കാസർഗോഡ് DCC പ്രസിഡന്റിനെതിരെ ആരോപണവുമായി ഓഫീസിലെ കയ്യാങ്കളി ചിത്രീകരിച്ചതിന്റെ പേരിൽ നടപടി നേരിട്ട കോൺഗ്രസ് നേതാവ്. ദൃശ്യങ്ങൾ പകർത്തിയത് താനല്ല, ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ പിന്നിൽ DCC പ്രസിഡന്റാണെന്നാണ് സംശയമെന്നും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സഫ്വാൻ കുന്നിൽ പറഞ്ഞു. KPCCക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും സഫ്വാൻ പറഞ്ഞു. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ മേലിലാണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായത് എന്നുള്ളത് നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ, ഒരു രാഷ്ട്രീയ നേതാവിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കേവലം വിളിച്ചു ചോദിക്കുക എന്നുള്ള മര്യാദ ഉണ്ടാവാറുണ്ട്. ആ ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മൊബൈൽ ഫോണിനകത്ത് വീഡിയോ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈൽ ഫോണിൻ്റെ IP അഡ്രസ്സുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിലേക്കോ മറ്റോ ഗവൺമെന്റ് തലങ്ങളിലേക്ക് അന്വേഷണം വിട്ടുകഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയ ആളുകളെ കണ്ടെത്താൻ സാധിക്കുമാഞ്ഞിട്ട് പോലും ഇന്നിതുവരെ DCC പ്രസിഡന്റ് അതിനുവേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കാണുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന്റെ പേരിൽ സഫ്വാനെതിരെ മാത്രമാണോ നടപടിയെടുത്തത്? സ്മൃതി, കാസർഗോഡ് DCC ഓഫീസിലെ നേതാക്കൾ തമ്മിലുള്ള കയ്യാങ്കളി അത് വലിയ നാണക്കേടാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ പേരിലാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഫ്വാൻ കുന്നിലിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തത്. ആ സഫ്വാനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയാണ് അന്ന് സ്വീകരിച്ചത്. മറ്റാർക്കെതിരെയും ഇത് സംബന്ധിച്ച നടപടി എടുത്തിരുന്നില്ല. ഇതിലാണിപ്പോൾ DCC പ്രസിഡന്റിനെതിരെ ആരോപണവുമായി സഫ്വാൻ കുന്നിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നോട് ആ കാര്യങ്ങളിൽ ഒരു വിശദീകരണം പോലും ചോദിച്ചില്ല. പെട്ടെന്നുണ്ടായ അതിവേഗത്തിൽ നടപടി എടുത്തു പോവുകയാണ് ചെയ്തത്. അതിലാണിപ്പോൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ താനല്ല, മറ്റാരെങ്കിലും ചിത്രീകരിച്ച ദൃശ്യമാണ്. അതിന് പിന്നിൽ ഈ DCC പ്രസിഡന്റ് ആണ് എന്നുൾപ്പെടെയുള്ള ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് KPCCക്ക് പരാതിയും സഫ്വാൻ നൽകിയിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.